നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി ആയുധത്തിലല്ല, ബുദ്ധിയിലാണ്. ബുദ്ധിയുള്ളവൻ 1000 സൈനികരെക്കാൾ ശക്തനാണ്. ചിലരുടെ ബുദ്ധിയാണ് അവരുടെ ഏറ്റവും വിലപ്പെട്ട ആയുധം. ഓർക്കുക, തിരുത്തലുകൾ ദൗർബല്യമല്ല, വൈകിക പശ്ചാത്താപം ഒഴിവാക്കാൻ നമുക്ക് കിട്ടുന്ന അവസാന അവസരമാണ്. ആളുകളെ വാക്കുകളിലൂടെയല്ല, അവരുടെ പ്രവൃത്തികളിലൂടെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളും അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ചിലരുടെ അപക്വമായ പ്രസ്താവനകളിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഇന്ത്യയിലെ പ്രബുദ്ധരായ വിദ്യാർത്ഥി സമൂഹം തങ്ങളുടെ ഭാവി ഇരുട്ടിലാഴ്ത്തിയ ഭരണ മേധാവികൾക്കെതിരെ സന്ധിയില്ലാ സമരം തുടരുകയാണ്. 10 വർഷത്തിനകം 150-ൽ പരം ചോദ്യ പേപ്പറുകൾ ചോർന്ന കേസുകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഒരു കേസിൽ പോലും ഇതിന് ഉത്തരവാദികളായവർ ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ രാജ്യത്തെ 7.5 കോടി വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തകർത്തെറിയപ്പെട്ടത്. ആദ്യമൊക്കെ ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പാടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. വയലാറിന്റെ ഒരു സിനിമാ ഗാനത്തിലെ വരി പോലെ, നാളത്തെ പ്രഭാതത്തിൽ ഈ കനൽ ഊതി ഊതി കാലമൊരു കത്തുന്ന പന്തമാകും, തീ പന്തമാകും. ഈ വരികളെ ഓർമ്മിപ്പിക്കുമാറാണ് ഇന്ന് ഡൽഹിയിലെ തെരുവിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും രക്ഷിതാക്കളും ഒക്കെ പ്രതിഷേധത്തിന്റെ തീക്കനൽ ഊതി ഊതി കത്തിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ തീപ്പന്തമായി ജ്വലിച്ചു നിൽക്കുന്നത്. 31 വയസ്സുകാരനായ ഒരു ദളിത് യുവാവ് US ഇരുന്നു കൊണ്ട് ഒരു പാർട്ടിക്ക് രൂപം നൽകി. അതത്രേ കോക്രോച്ച് ജനതാ പാർട്ടി. മറ്റു പാർട്ടികൾക്കെല്ലാം അമ്പരപ്പുളവാക്കും വിധമായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളും അതിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അഭിജിത്ത് ദീപക് എന്ന യുവാവിന്റെ തലയിൽ ഉദിച്ച പ്രതിഷേധ തീക്കനലായിരുന്നു അത്. മറ്റൊരു ഗാന്ധിയനും ദളിതനും പരിസ്ഥിതി ആക്ടിവിസ്റ്റുമായ സോനം വാങ്ചുക്ക് നിരാഹാരം കൂടെ തുടങ്ങിയപ്പോൾ പ്രതിഷേധത്തിന്റെ രൂപവും ഭാവവും ഗതിയും ആകെ മാറി. ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹം ഇവരോടൊപ്പം അണിനിരക്കുന്നു. ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു, ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. വരും തലമുറയുടെ അടക്കം ഭാവി ജീവിതം അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കൊടും അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തീവ്രവാദികളെന്നും രാജ്യദ്രോഹികളെന്നും മുദ്രകുത്തി ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും CRPF ഉൾപ്പെടെയുള്ള കേന്ദ്ര സേനകളെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുകയാണ്. പെല്ലറ്റ് തോക്കുകളും കണ്ണീർ വാതകവും കല്ലേറും ലാത്തിയടിയും ചവിട്ടും തൊഴിയുമൊക്കെയായി കാട്ടാള താണ്ഡവമാണ് ഇവർക്ക് നേരെ അഴിച്ചുവിടുന്നത്. തല്ലാൻ ഉപയോഗിച്ച ലാത്തികളിൽ പലതിലും ആണി പോലെ മൂർച്ചയുള്ള ലോഹഭാഗം ഉറപ്പിച്ചിരുന്നതായി മർദ്ദനത്തിനിരയായി അവർ പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സമരം നടത്തി കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുന്നവർ അവർക്ക് വേണ്ടിയോ വരും തലമുറയ്ക്ക് വേണ്ടിയോ മാത്രമല്ല, നീറ്റ് പരീക്ഷാ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും മൂലമുണ്ടായ മാനസികാഘാതത്താൽ സ്വയം ജീവിതം ഹോമിച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും കൂടി വേണ്ടിയാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി അവർ മാറുകയാണ്. ഈ നരവേട്ടയ്ക്കും അനീതിക്കും അടിച്ചമർത്തലിനുമെതിരെയുള്ള പ്രതിഷേധാഗ്നി ഇന്ത്യയിൽ നിന്നും മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരികയാണ്. അക്കൂട്ടത്തിൽ മലയാള സിനിമയിലെ യുവതാരങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ തുറകളിലുള്ള സെലിബ്രിറ്റികളും സാധാരണക്കാരും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇവരിൽ പലരും സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരാങ്കണത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മോഹൻലാലിന്റെ മകൾ വിസ്മയയുടെ പ്രതിഷേധക്കുറിപ്പായിരുന്നു. വിസ്മയ ചോദിക്കുന്നു, സമാധാനമായി ശബ്ദമുയർത്തുന്ന പൗരന്മാർക്ക് നേരെ ലാത്തിച്ചാർജും കണ്ണീർ വാതക പ്രയോഗവും നടത്തുന്നത് ഏത് തരം ജനാധിപത്യമാണെന്ന്. സ്വന്തം പൗരന്മാർ ശബ്ദമുയർത്തുമ്പോൾ ചർച്ചയ്ക്ക് പകരം അടിച്ചമർത്തലും ബലപ്രയോഗവുമാണോ ജനാധിപത്യം നൽകുന്ന മറുപടി? ഇതായിരുന്നു നമ്മെ വിസ്മയിപ്പിക്കുന്ന വിസ്മയയുടെ ചോദ്യം. കാരണം പല പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിലയുറപ്പിച്ചിട്ടുള്ള തന്റെ പിതാവ് പോലും ഭരണകൂടത്തിന്റെ നേരെ ചോദിക്കാൻ ഭയക്കുന്ന ചോദ്യമാണ് മകൾ വിസ്മയ തന്റെ ഇടത്തോടുകൂടി ധൈര്യപൂർവ്വം ചോദിച്ചത്. ഇന്നലെ വരെ വിസ്മയ ഒരു മഹാനടന്റെ മകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നവർ സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. വിസ്മയ നായികയായി അഭിനയിച്ചതും ഉടൻ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതുമായ പടത്തിന് ഇതെങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക
ലവലേശമില്ലാതെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇവിടെയാണ് പുതുതലമുറയുടെ വീര്യവും ആർജവും ധീരതയും ഒക്കെ നാം കാണേണ്ടത്. ഇവിടെ വിസ്മയ പറഞ്ഞത് റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാതെ പാട്ട കൊട്ടിയാൽ വൈറസ് ചാകും എന്നതുപോലെയുള്ള ബുദ്ധിശൂന്യമായ മിഥ്യാധാരണയല്ല. തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ വിസ്മയക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ആണ് നടക്കുന്നത്. ലാലേട്ടന്റെ വില കളഞ്ഞ മകൾ എന്നാണ് ചിലരുടെ ആക്ഷേപം. പകൽഗാം ആക്രമണം നടന്നപ്പോൾ നീ എവിടെയായിരുന്നു? മറ്റു ചിലർ ഭീഷണി ഉയർത്തുന്നു. പൃഥ്വിയുടെ ഗതി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ മതിയെന്ന്. വേറൊരുത്തം പറയുന്നു നിന്റെ തുടക്കം ഞങ്ങൾ ഒടുക്കമാക്കി മാറ്റുമെന്ന്, സിനിമാ രംഗത്ത് നിന്നും ഒഴിവാക്കി നിർത്തുമെന്ന് പരോക്ഷമായി പറഞ്ഞതാണ് അവൻ. ഇങ്ങനെയുള്ള പേടിയൊന്നും വിസ്മയക്കുണ്ടെന്ന് ആരും കരുതേണ്ട. ഇതുപോലെ ശക്തമായി പ്രതികരിച്ചും പ്രവർത്തിച്ചും അഭിപ്രായം പറഞ്ഞുമൊക്കെ വന്ന ഒരാളാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്നതെന്ന് ഓർക്കുക. വിസ്മയയുടെ ഈ അഭിപ്രായത്തെ നിശിതമായി വിമർശിക്കാനോ എതിർക്കുവാനോ തന്റെ ഇടമില്ലാത്തത് കൊണ്ട് മേജർ രവി പറയുന്നു ആ കുട്ടിക്ക് അറിവില്ലാത്തത് കൊണ്ട് പറഞ്ഞതാണെന്ന്. വിസ്മയ വിയറ്റ്നാമിലാണ് പഠിച്ചത്. ആ കുട്ടിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല. ഇവിടെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടുള്ള മഹാത്മാഗാന്ധിയും നെഹ്റുവും ഒക്കെ വിദേശത്ത് പഠിച്ചവരാണെന്നുള്ള വിവരം മേജർ രവിക്ക് അറിയില്ലേ? മേജർ രവി കുഞ്ഞിനാളിൽ കണ്ട പെൺകുട്ടിയല്ല വിസ്മയ. അവർ ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ വളർന്നു കഴിഞ്ഞു. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്നവർ. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാനും പറയേണ്ടാത്തത് പറയാതിരിക്കുവാനുമുള്ള തിരിച്ചറിവും വിവേകവും ഇന്ന് വിസ്മയക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. മേജർ രവി പറയുന്നു സിനിമയിൽ പണിയില്ലാത്തവരാണ് ഡൽഹിയിൽ നടക്കുന്ന നരനായാട്ടിനെതിരെ പ്രതികരിച്ചതെന്ന്. മമ്മൂട്ടിയും ടൊവിനോയും ദുൽഖറും ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യരും പാർവതി തിരോത്തും ആസിഫ് അലിയുമൊക്കെ ഒരു പണിയും ഇല്ലാത്തവരാണെന്നാണോ മേജർ രവി കരുതിയിരിക്കുന്നത്? രാജ്യത്ത് നടക്കുന്ന അനീതികൾ മനസ്സിലാക്കാതെ രാഷ്ട്രീയം നോക്കി അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. പ്രതിഷേധക്കാരോട് ചെയ്ത ക്രൂരതയെ ചോദ്യം ചെയ്തുകൊണ്ട് ടൊവിനോ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ ഭാവി തലമുറയുടെ ശബ്ദങ്ങൾ അടിച്ചമർത്തപ്പെടുമ്പോൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ് ചോർന്നൊലിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവർ സ്വത്ത് നശിപ്പിച്ചോ? അവർ അക്രമത്തിൽ ഏർപ്പെട്ടോ? ഈ ക്രൂരത നേരിടാൻ അവരെന്താണ് ചെയ്തത്? ടൊവിനോയുടെ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ നിലപാടിനെതിരെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിൽ ഭീഷണി മുഴക്കി മുദ്രാവാക്യവുമായി എത്തി. എന്നാൽ ഇതുപോലെ തന്നെ സമരക്കാരെ അനുകൂലിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും എത്തിയ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയുടെ വീട്ടിലേക്കോ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷിന്റെ വീട്ടിലേക്കോ ഒരാൾ പോലും അവർക്ക് നേരെ ഭീഷണി മുദ്രാവാക്യവും മുഴക്കി എത്തിയില്ല. ഇനി ആ കുട്ടികളും വിവരമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മേജർ രവി പറയുമോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണകുമാർ ഒരിക്കലൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്റെ കുട്ടികൾ തെറ്റ് ചെയ്താലും ഞാൻ അവരോടൊപ്പം നിൽക്കുമെന്ന്. എന്നാൽ ഇപ്പോൾ അഹാന ശരി പറഞ്ഞപ്പോൾ, തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവളോടൊപ്പം കൃഷ്ണകുമാർ നിൽക്കുന്നില്ല. അതിപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ്. കൃഷ്ണകുമാർ NFDC ചെയർമാൻ സ്ഥാനം കിട്ടിയതിന് പ്രത്യുപകാരമായി പറയുന്നത് കാശ്മീരിലെ കല്ലേറ് നിർത്തിയിട്ടുണ്ട്, പിന്നെയല്ലേ ഡൽഹി എന്ന്. ഇവിടെ കൃഷ്ണകുമാർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്ന്. ഡൽഹിയിൽ കല്ലെറിഞ്ഞത് പോലീസും അവരുടെ ഗുണ്ടകളും ചേർന്നാണ്. കല്ല് നിറച്ച ലോറിയുമായി വന്ന് സമരക്കാരെ എറിയുന്നത് കണ്ടു എന്ന് ഡൽഹിയിലെ സമരമുഖത്തു നിന്നും എത്തിയ രഞ്ജിനി ഹരിദാസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറുകൊണ്ടവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സമരമുഖത്ത് കണ്ട സങ്കട കാഴ്ചകൾ വിവരിച്ച രഞ്ജിനി ഹരിദാസിന് നേരെ BJP നേതാവ് ഗോപാലകൃഷ്ണൻ പരിഹാസ രൂപേണ പറഞ്ഞത് അവർക്കിവിടെ പരിപാടി ഇല്ലാത്തത് കൊണ്ട് പണവും വാങ്ങിക്കൊണ്ട് പരിപാടി അവതരിപ്പിക്കാൻ പോയതാണെന്നാണ്. ഇത് കേട്ട രഞ്ജിനിയുടെ മറുപടി ഉടൻ തന്നെ എത്തി. എന്താണ് അയാളുടെ പേര്? ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാൻ തീയിൽ കുരുത്തതാണ്. ഇതിനിടെ സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത താരങ്ങളാണ് നീറ്റ് പ്രശ്നം പരിഹരിക്കേണ്ടത്, ഇങ്ങനെയല്ല എന്ന് പറയുന്നത്. ഇതേപോലെ മണ്ടത്തരം വിളമ്പുന്ന നിരവധി സന്തോഷ് പണ്ഡിറ്റുമാര് വേറെയുമുണ്ട്. അവർ ചോദിക്കുന്നു നേഴ്സുമാർ സമരം ചെയ്തപ്പോൾ മിണ്ടാത്തതെന്താ, എവിടെയായിരുന്നു? ആശാവർക്കർമാർ സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ. 7.5 കോടി വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം ഇരുട്ടിൽ തള്ളിവിട്ട് 22 വിദ്യാർത്ഥികളുടെ ജീവനും ജീവിതവും
തുലച്ച മരണത്തോട് മല്ലിട്ട് നിരവധി കുട്ടികളും ക്രൂരമർദ്ദനങ്ങളേറ്റ പതിനായിരങ്ങളുടെ ദീനരോദനവും കേട്ട് ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധ കടൽ ഇരമ്പുമ്പോൾ അമ്മ സംഘടനയിലെ ചക്ലത്തിപ്പോരിനോടും ആശാവർക്കരന്മാരുടെ സമരത്തോടുമൊക്കെ ഉപമിച്ച് ഇതിനെ നിസാരവൽക്കരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? മനുഷ്യത്വമെന്നൊന്നില്ലേ? ഭാവി തലമുറയുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ നമുക്കും അവരോടൊപ്പം അണിനിരക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.